ഹലോ യൂട്യൂബ്, നമ്മളിന്ന് എറണാകുളം വരെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ തൊട്ട് പോകാം. ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്, അഥവാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിൽ കയറിയിരുന്നു. പിന്നെ ഇത് AC കമ്പാർട്ട്മെൻ്റ് ആണ്, വേറെ ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് സമയത്താണ് ഈ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്യാനുള്ള പ്ലാനും ഇതെല്ലാം പ്ലാൻ ചെയ്ത് തന്നപ്പോൾ ഉള്ള പരിപാടി. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് കിട്ടിയുള്ളൂ, അപ്പോൾ അതാണ് നമ്മളെടുത്തത്. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ കറക്റ്റ് സമയത്തിന് ട്രെയിൻ പോകും എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ നല്ല ലേറ്റായിട്ടാണ് നമ്മുടെ ഈ ട്രെയിന് പോകുന്നത്. എന്തായാലും എന്തിനാണ് പോകുന്നത്, എന്തൊക്കെയാണ് പരിപാടി എന്ന് ആ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ എന്താണെന്ന് ഞാനത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് പോവാം. ഈ ട്രെയിന് ബാക്കിയുള്ള ട്രെയിന് പോലെയൊന്നും അല്ല. നല്ല വൃത്തിയും മെനയും എല്ലാ പരിപാടിയും ഉണ്ട്. ഇതിലെ വാഷ്റൂം നല്ല വൃത്തിയുണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണ് സംഭവം. അപ്പം ഇവിടെ എത്താറായി, എറണാകുളം എത്തിയിട്ടുണ്ട്. ഇതിലൂടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു പുറത്ത് വരുന്ന വഴിയിലെ. അപ്പോൾ നമ്മൾ എറണാകുളം എത്തി. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങി നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, ഇതിപ്പോൾ ഇങ്ങനെ നടക്കുക, എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക, അത് കണക്ക് തിരിച്ചു വരിക, അടുത്ത ട്രെയിനിൽ കയറുക, അത്രയേ ഉള്ളൂ. പക്ഷേ വേറൊരു ട്വിസ്റ്റെന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ദിവസം രാവിലെയാണ് ആ ട്രെയിനുള്ളത്. ഇങ്ങോട്ട് വരാൻ ആ ട്രെയിന് നമുക്ക് സീറ്റില്ലായിരുന്നു. അത് അവസാന നിമിഷമാണ് നമുക്ക് പ്ലാൻ ചെയ്തത്, ഇവിടെ ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ടാണ് ആ ട്രെയിന് കിട്ടാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് കഴിച്ചത്, എന്തോ ബെറോട്ടയും ചിക്കൻ ഫ്രൈ. നമ്മുടെ ട്രിവാൻഡ്രത്തെ പോലത്തെ ചിക്കൻ ഫ്രൈ അല്ലായിരുന്നു അത്. അതെന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി സാധനം, നമ്മൾ മറ്റേ KFC ഒക്കെ ഉണ്ടാക്കത്തില്ല, അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്തെ എങ്ങനെ ആ ചിക്കൻ ഫ്രൈ കിട്ടുമെന്ന്, പക്ഷേ കിട്ടിയില്ല. നമ്മളിന്ന് ഒരിടത്ത് പോയി സ്റ്റേ ചെയ്യുകയാണ്. സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെയുള്ള നമ്മുടെ ഇതിലാണ് പോകുന്നത്, അതായത് വന്ദേ ഭാരത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും എണീറ്റ് രാവിലെ ഒരു വാക്കിന് പോകാനുള്ള പ്ലാനാണ്. നൈസായിട്ട് വാക്കിന് പോകണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എല്ലാ നിലയിലും ഒരിതുണ്ട്, സ്റ്റാങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ഉമ്മീസ് കിച്ചൺ എന്ന് പറയുന്നൊരു കടയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡിന് നല്ല വില കുറവായിരുന്നു. ഒരു 116 എന്തോ ആയുള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്. ഇവിടെ അതിനനുസരിച്ചുള്ള ടേസ്റ്റും ഉണ്ട്, അത് വേറെ കാര്യം. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്യാഷ് കൊടുക്കേണ്ടി വരും. ഞാൻ ഇടിയപ്പവും കടലക്കറിയും ഒരു കോഫിയാണ് മേടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് കുറച്ച് ആവശ്യം അടുത്തുള്ള പൈസയൊക്കെ കൊടുത്ത്. ഇതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുത്ത വാക്കിനിറങ്ങി. ആദ്യം വാക്കിനിറങ്ങിയിട്ട് പിന്നെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് ലേറ്റായി, 8-9 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കഴിച്ചിട്ട് വാക്കിനിറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ വെറും ശോകമായിരുന്നു. എറണാകുളത്തേക്ക് ഈ ഭാഗത്തൊക്കെ നടക്കുമ്പോൾ തറയിൽ മൊത്തം വേസ്റ്റും അത് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നടക്കുന്ന സമയത്ത് ആ ഒരു വേസ്റ്റൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടല്ലോ. ഇവിടെയൊക്കെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ മൊത്തം വേസ്റ്റൊക്കെ കിടന്ന് കുറച്ച് വൃത്തികേടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഇതുമില്ല, ഒരു വേസ്റ്റും ഇല്ല, ഒരു കുഴപ്പമില്ലാതെ കിടക്കുകയാണ്. ഈ ഒരു പ്ലേസ് കണ്ടാലും അങ്ങനെയാണ്. അപ്പം നമ്മൾ നേരെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതും നമ്മൾ താമസിച്ച ആ റൂമിലോട്ടാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ താമസിച്ചത്, പനക്കൽ ടൂറിസ്റ്റ് ഹോം. അപ്പോൾ ഇതുവഴിയും കയറാൻ പറ്റും, അല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, അതുവഴി നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ അകത്തോട്ട് കയറുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ട്രെയിനിനുള്ള ടൈമായി. നമ്മളെല്ലാം ബാഗൊക്കെ എടുത്ത് ഫുള്ള് റെഡിയായി നേരെ പോകുന്നത് അങ്ങോട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ നേരെ പോവുക, ട്രെയിനിൽ കയറുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വഴി. വേറെ അപ്പുറത്തൂടെയും വരാൻ പറ്റും, ഇതുവഴിയും നമുക്ക് വരാൻ പറ്റും.
അപ്പോൾ ഈ വഴി നമ്മൾ പോവുകയാണ്. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക, അത് ട്രെയിനിൽ കയറുക, വരിക. അപ്പോൾ എന്തായാലും നോക്കാം, കറക്റ്റ് സമയത്തിന് തന്നെ ട്രെയിൻ എത്തുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് വന്ദേ ഭാരതാണ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ട്രെയിൻ വന്നു. 15 മിനിറ്റിൽ കൂടുതൽ, ഇത് കറക്റ്റ് പറഞ്ഞാൽ 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി. വന്ദേ ഭാരതാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ട്രെയിന് നല്ല ലേറ്റായിരുന്നു, 20 മിനിറ്റ് ലേറ്റായിരുന്നു. കുറച്ചൊക്കെ അടുത്ത് പോയി, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയൊക്കെ വന്നു. പിന്നെ എന്തായാലും നമ്മൾ ആ ട്രെയിനിൽ കയറി പുറത്ത് നോക്കിയിരിക്കുകയാണ്. കറക്റ്റ് ഒരു വിൻഡോ സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം തിരിച്ച് വരുന്ന വഴിക്ക് മഴയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും മഴ, തിരിച്ച് പോകുമ്പോഴും മഴ. നല്ല വൈബാണ്. നാട്ടിലൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന ടൈം, എറണാകുളത്ത് വെച്ച് ഞാൻ നിന്ന ടൈം അത്രയും മഴയൊന്നും പെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ താഴെയായിട്ടാണ് ഇവരുടെ ഇതുള്ളത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യാനുള്ള പോർട്ടും അതും ഇതും എല്ലാം ഉണ്ട്. അതുകൊണ്ട് വേറെ ചാർജർ എടുത്താലും മറ്റേ കേബിളില്ലേ, മറ്റേ എ ടൈപ്പ് അത് വരുന്നത്, നമ്മുടെ USB ടൈപ്പ് ഇല്ലേ, USB അത് വരുന്നത് എടുക്കണം. മറ്റേ C ടൈപ്പാണ് നമ്മുടെ ഇപ്പം എല്ലാ ചാർജറും വരുന്നത്. മാക്സിമം മറ്റേ എടുക്കാൻ നോക്കുക, എന്നാലേ ഇവിടെ അത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കയ്യിലൊരു പവർ ബാങ്ക് കരുതുക. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഇതിന് പോകേണ്ട ആവശ്യമില്ല. ഒരിടത്തും ചാർജ് ചെയ്യേണ്ട. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിലാണ് ചാർജ് ചെയ്യുന്നത് വെച്ചോ, നമ്മൾ റൂം എടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ വന്ദേ ഭാരത് രണ്ടും ഓക്കെ. അപ്പോൾ നമ്മൾ സാധാ ഒരു AC ആയാലും മറ്റേതായാലും സാധാ കോച്ച്, നമ്മൾ സാധാ ട്രെയിൻ ഉണ്ടല്ലോ, അതിലാണ് എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പം ചിലപ്പം നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ അവർ ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടായിരിക്കും കയറുന്നത്. എന്നാലും എന്തെങ്കിലും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു പവർ ബാങ്ക് വാങ്ങി അങ്ങ് വയ്ക്കുക. അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങളവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഓപ്ഷൻ നമ്മുടെ ഇതിനകത്തുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പിലാണെങ്കിൽ അതിനകത്ത് വരും. അത് നോക്കി ബുക്ക് ചെയ്യുക, അതിൽ സെലക്ട് ചെയ്ത് വയ്ക്കുക. ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി ചുമ്മാ സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ വെജ് മാത്രമേ വരുള്ളൂ, നോൺ വെജ് വരുമെന്ന് വലിയ പിടിയില്ല. എന്തായാലും അതിൽ ബുക്ക് ചെയ്യുക. പിന്നെ അവർ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇതിൽ കയറി കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ അവർ മേടിക്കും. ഇത് കറക്റ്റായിട്ട് അവർക്കാണോ കിട്ടുന്നത്, നമ്മുടെ ഇതുണ്ടല്ലോ സർക്കാരിന് തന്നെ കിട്ടുന്നുണ്ടോ അതോ ഇവർക്ക് കിട്ടുന്നതാണെന്ന് വലിയ പിടിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. ഇങ്ങനെയാണ്. നൈസ് സംഭവമാണ്, കൊള്ളാം. കുറച്ച് വൃത്തിയുണ്ട്. നമ്മളെ ഇതുണ്ടല്ലോ ബഡ്ജറ്റ് എയർലൈൻസിലൊക്കെ വരുന്നൊരു മോഡലിൽ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണടേ ഇവിടുത്തെ വാഷ്റൂം. വരുന്നവർ കയറി ട്രൈ ചെയ്യുക. മറ്റേ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ അവർ നോക്കുന്നുണ്ട്. ഓരോ കമ്പാർട്ട്മെൻറ്റും അവരുടെ അത് ക്ലീൻ ചെയ്യാനും ഇതിനായിട്ടുള്ള ആൾക്കാരെ അവർ നിർത്തുന്നുണ്ട്. 2 പേരെ നിർത്തിയിട്ടുണ്ട്. ഒരു കമ്പാർട്ട്മെൻറ്റിന് 2 പേര് വെച്ചാണ് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മുടെ മോളിലൊക്കെ വരുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ കൈ കഴുകിയതിനു ശേഷം വാഷ് ചെയ്യാനുള്ള എയർ ഡ്രൈ ചെയ്യില്ല, ആ സെറ്റപ്പ് ഇതിനകത്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. പക്ഷേ മറ്റതുപോലെ ഒരു ഗുമ്മില്ല. അപ്പോൾ നല്ല ചൂടുണ്ട് പക്ഷേ ആ എയറിന്. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. സാധനം അടിപൊളിയാണ്. ഇത്രയും അവർ ചെയ്തിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഇതാണ് അവരുടെ ആ ഒരു സ്പേസ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി വരുമല്ലോ, ആ ഒരു സെറ്റപ്പ്. പിന്നെ നമ്മളവിടെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഞാൻ പിന്നെ കാണിച്ചു തരാം. ആ സ്വിച്ച് അമുക്കുമ്പോഴാണ് അത് തുറന്ന് വരുന്നത്. ആ ഡോറ് തുറക്കുമ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ സംഭവം. അപ്പം നമ്മൾ തമ്പാനൂരെത്തി. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോഴത്തേയും പോലെ SL തിയേറ്റർ ഉണ്ടല്ലോ, ലേഡീസ് പ്ലക്സ്, അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി.
അപ്പം നമുക്ക് ഇറങ്ങുമ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ പരിപാടിയൊക്കെ കാണിച്ചു തരാം. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലൈനിലൊക്കെ നിന്ന് പതുക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ആ 2 സ്ക്രീനും പിന്നെ മേളിലൊരു സെറ്റപ്പ് ആ ഒരു ഓടുന്ന ഇതുണ്ടല്ലോ, അവിടെ ഈ സ്പീഡിൻ്റെ വിവരങ്ങളും ബാക്കി കുറേ കാര്യങ്ങളും അത് ഇതൊക്കെ അറിയും. എന്നുവെച്ചാൽ അതൊക്കെ എഴുതിയിരിക്കും. പിന്നെ അതാണ് ആ സ്വിച്ച് ഞാൻ പറഞ്ഞില്ല, അത് ക്ലിക്ക് ചെയ്യുമ്പം ഡോർ ഓപ്പൺ ആവും, പിന്നെ എന്നിട്ട് തനിയെ അടയും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അതിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. എല്ലാവരും വന്ദേ ഭാരത് കണ്ടു. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഫുഡിനെ പറ്റി ഞാൻ ഒന്നും ക്ലിയറായിട്ട് പറഞ്ഞില്ല. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഫുഡ് വെറും ശോകമാണ്, ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ അതിനകത്ത് ഒരു പായസത്തിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്, അതും കൊള്ളായിരുന്നു. പിന്നെ ആ തൈരും കൊള്ളായിരുന്നു. ബാക്കിയൊന്നും ഞാൻ നോൺ വെജാണ് മേടിച്ചത്. മറ്റേ റൈസും ബട്ടർ ചിക്കനുമാണ്. രണ്ടും വെറും വേസ്റ്റ് സാധനം, ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഇതിൽ ഇത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ന് എത്ര എക്സ്ട്രാ ക്യാഷ് വാങ്ങുന്നുണ്ട് ഇവർ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് തരണ്ടേ. അപ്പോൾ പിന്നെ ക്യാഷിൻ്റെ ഇത് കുറയ്ക്കണം. ഒരു 50 രൂപ അല്ലെ പോട്ടെ, ഒരു 90 രൂപയ്ക്ക് 90 രൂപയ്ക്കാണെങ്കിൽ ഈ ഫുഡ് ഓക്കെയാണ്. പക്ഷെ അതല്ല ഇവർ വാങ്ങുന്നത്. ഇവർ 200 രൂപ അടുപ്പിച്ച് വാങ്ങുന്നുണ്ട് ഈ ഒരു ഫുഡിന് വേണ്ടി. നമുക്കൊരു 150 രൂപ ഉണ്ടെങ്കിൽ ഒരു നല്ല കിടിലം ബിരിയാണി കഴിച്ചുകൂടെ. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നു. കാരണം അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഊബറിൽ പോകാനുള്ള പ്ലാനാണ്. അവിടെ നിന്ന് ഊബർ വിളിച്ചാൽ കിട്ടാൻ നല്ല പാടാണ്, അത് നല്ല ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ തിയേറ്ററിൻ്റെ ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിൻ്റെ അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് കയറി പോകുന്നത്. അപ്പോൾ ഓട്ടോ വന്നു, ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ വണ്ടി വന്നു. അപ്പോൾ നമ്മളതിൽ കയറി അങ്ങ് പോവുകയാണ്. കുറച്ച് ലോങ് ഉണ്ട്. സാധാരണ നമുക്ക് ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അതുവരെ പോകാൻ വേണ്ടി അവർ 200 രൂപ ചോദിക്കും. നമ്മളൊരു 150-180 പറഞ്ഞ് അങ്ങ് കയറിപ്പോവും. പക്ഷേ ഇതിന് നമ്മൾ കൊടുക്കുന്നത് 137 രൂപയാണ്. ഊബർ നല്ല ലാഭത്തിനാണ്. നമുക്ക് കസ്റ്റമേഴ്സിന് ലാഭമാണ്, അവർക്ക് എത്ര ലാഭമാണെന്ന് വലിയ പിടിയൊന്നുമില്ല. എന്തായാലും നമുക്കത് ലാഭമാണ്, അതുകൊണ്ടാണ് നമ്മളിതിൽ കയറി പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ തിരിച്ചെത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ദേ ഭാരത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു പരിപാടിയാണിത്. അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തി. ഇനി അടുത്ത നമുക്ക് ഇവിടെ തിരുനാളിന് പോകണം, പിന്നെ അവിടെ പള്ളിയിൽ പോകണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് നമ്മുടെ തിരുനാളിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കൊടിയേറ്റിൻ്റെ, അത് ആദ്യം കാണുക, എന്നിട്ട് ആ വീഡിയോ കാണും. നല്ല ഒരു വൈബ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.